ഏഷ്യനിൽ വാർത്തകൾ തുടരുകയാണ്. ഹിന്ദുമത വിശ്വാസികളുടെ ആഘോഷമായതിനാൽ ഓണാഘോഷം സ്കൂളിൽ വേണ്ടെന്ന അധ്യാപികയുടെ വാട്സ്ആപ്പ് സന്ദേശം തൃശൂർ കുന്നംകുളം കടവല്ലൂർ സിറാജുൽ ഉലും സ്കൂളിലെ അധ്യാപികയാണ് രക്ഷിതാക്കൾക്ക് സന്ദേശം അയച്ചത്. ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും അധ്യാപിക പറയുന്നു. കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ്. അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക്, അതായത് KG സെക്ഷന് അന്നേ ദിവസം ഹോളിഡേ ആണ്. അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. തിബിയാൻ എന്ന് പറയണതിന്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട്. ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത്. അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക, മാവേലി വേഷം കെട്ടുക, പൂക്കളിടുക. അതുപോലെ മക്കള് പറഞ്ഞിരുന്നു പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ. അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യാ? ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം അച്ചുതണ്ടിൽ കെട്ടേണ്ട ഒന്നല്ലല്ലോ ഓണാഘോഷം. മലയാളികളുടെ ആകെ ആഘോഷമാണല്ലോ. എന്താണ് ഈ അധ്യാപിക പറയുന്നത്? ബിനിൽ, വളരെ വിചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ അധ്യാപികയുടെ ഒരു സന്ദേശം. പൊതുവിദ്യാലയമാണ്, ഇതര മതസ്ഥരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ, 200-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ് കുന്നംകുളത്തെ കടവല്ലൂരുള്ള സിറാജുൽ ഉലം ഇംഗ്ലീഷ് മീഡിയം ഹയർ സ്കൂൾ. ഇവിടെ നടന്ന ഓണാഘോഷങ്ങളെ ബന്ധപ്പെട്ടാണ് വിവാദമുണ്ടായിരിക്കുന്നത്. നാളെയാണ് ഓണാഘോഷം സ്കൂളിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി സ്കൂളിലെ അധ്യാപികമാരിൽ 2 പേര് ഇത്തരത്തിൽ സന്ദേശം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അയച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ നമ്മളുടെ പക്കൽ ലഭിച്ചിരിക്കുന്നത്. അതായത് സ്കൂളിലെ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലേക്ക് അധ്യാപിക സന്ദേശം അയക്കുകയുമായിരുന്നു. പക്ഷേ ഈ സന്ദേശം മാറി പൊതുവായിട്ടുള്ള ഗ്രൂപ്പിലേക്കാണ് പോയത്. അങ്ങനെയാണ് ഈ വിവരം പുറത്തു വന്നത് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓണാഘോഷം ഷിർക്കാണ്. അത് ഹിന്ദുമത വിശ്വാസികളുടെ ആചാരമാണ്. അത് പിന്തുടരേണ്ടതില്ല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം ആണ്. അതുകൊണ്ട് ഇസ്ലാം മത വിശ്വാസികളായ കുട്ടികൾ അത്തരത്തിലായി ഈ ആഘോഷത്തിൽ പങ്കുചേരേണ്ടതില്ല. അത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും പരിമിതമായ രീതിയിൽ ഓണാഘോഷം നടത്തുകയാണ് സ്കൂളിൽ. മുൻവർഷങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആഘോഷമായി നടത്തിയിരുന്നെങ്കിലും ഈ വർഷം സ്കൂളിൽ പരിമിതമായി ആണ് ആഘോഷം നടത്തുന്നത്. അത് മാനേജ്മെന്റ് തീരുമാനിച്ചതാണ്. അതോടൊപ്പം തന്നെ സ്കൂളിലെ LKG UKG വിദ്യാർത്ഥികൾക്ക് ഈ ദിവസം, ഓണാഘോഷം നടക്കുന്ന ദിവസം അവധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഈ സംഭവത്തെക്കുറിച്ച്, ഈ ആഘോഷത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നുള്ള തരത്തിൽ വാട്സാപ്പ് സന്ദേശമാണ് അയച്ചിട്ടുള്ളത്. ഈ സംഭവത്തെ തുടർന്ന് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഈ സന്ദേശം എത്തിയതോടുകൂടി ഒരു വർഗീയ നിലപാടാണ് സ്കൂളിന്റെ അധ്യാപകരും മാനേജ്മെന്റും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ആരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ കുന്നംകുളം നോർത്ത് മേഖലാ കമ്മിറ്റി പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൽ ഉൾപ്പെടെ പരാതി വന്നിരിക്കുകയാണ്. ലെവിനാണ് വിവരങ്ങൾ നൽകിയത്. ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് അധ്യാപികയും മാനേജ്മെന്റും നാട്ടുകാരോട് വിശദീകരിക്കേണ്ടി വരും.